കൂട്ടുകാരെ, വെൽക്കം ടു ബഡീസ് ആൻഡ് ഫുഡീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാൽക്കപ്പയാണ് കേട്ടോ. കപ്പ പല സ്വാദിൽ വന്ന് നമ്മുടെ മനസ്സ് കീഴടക്കാറുണ്ട് അല്ലേ? പക്ഷേ ഇതുപോലൊരു രുചി അതൊന്ന് ആസ്വദിച്ച് തന്നെ അറിയണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. നമ്മുടെ പാൽക്കപ്പ തയ്യാറാക്കുന്നതിനായിട്ട് 1 കിലോ കപ്പ കഴുകി വൃത്തിയായി ഏകദേശം ഈ സൈസിൽ കഷ്ണമാക്കി എടുക്കുക. ഇനി കപ്പ വേവിക്കുവാനായിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം വയ്ക്കാം. ആ വെള്ളം തിളച്ചു വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കപ്പ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു കുക്കറിലാണ് വേവിക്കുന്നത്, അതാവുമ്പോൾ വെള്ളം ഊറ്റിക്കളയാൻ എളുപ്പമായിരിക്കും. നമുക്ക് അതിനുശേഷം 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാണ് കപ്പയ്ക്ക് ഉപ്പ് പിടിക്കുക. ഇപ്പോൾ കപ്പയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞെടുക്കാം. വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് കപ്പ നമ്മളൊരു പാത്രത്തിലും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് ചതച്ചത് നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച്, പിന്നെ 5 ചുവന്നുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. 3.5 ഗ്ലാസ് തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ മാറ്റി വയ്ക്കാം. മൊത്തത്തിൽ 4 ഗ്ലാസ് തേങ്ങാപ്പാലാണ് നമുക്ക് വേണ്ടത്. ഇതിൽ 1-ാം പാൽ 2-ാം പാൽ ഇതേപോലെ നമുക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഒന്നിച്ച് അരിച്ചെടുത്താൽ മതി. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായി നമുക്ക് ഈ കപ്പ ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് ഉടഞ്ഞ് ചേരണം. എന്നാൽ ഇടയ്ക്ക് കുറച്ച് കഷ്ണങ്ങളും വേണം കേട്ടോ, മൊത്തം കുഴഞ്ഞു പോകരുത്. ഇപ്പോൾ നമ്മുടെ കപ്പയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ മാറ്റി വെച്ചിരുന്ന 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ ആയി വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ എണ്ണ, അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, 3 ചുവന്നുള്ളി അരിഞ്ഞത്, 2 വറ്റൽമുളക്. എരിവിനനുസരിച്ച് വറ്റൽമുളക് വേണമെങ്കിൽ 2 എണ്ണം ആക്കാം. ഞാൻ 1 ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കടുക് വറുത്തത് കപ്പ വേവിച്ചതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട് കേട്ടോ. കപ്പയൊക്കെ നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. പാൽക്കപ്പ എന്ന് പറയുന്നത് വളരെ രുചികരമായൊരു വിഭവമാണ്. പാൽക്കപ്പയുടെ കൂടെ മീൻകറിയും കൂടി കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ, വേറെ ഒന്നും പറയാനില്ല. മീൻകറിയോ ബീഫ് ഫ്രൈയോ ഗ്രേവിയോ അതൊക്കെ ആയിട്ടാണ് നമ്മൾ പാൽക്കപ്പ അതിൻ്റെയൊക്കെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീണ്ടും വരുന്നവരെ ബൈ ബൈ. താങ്ക് യു.